ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങൾ ഷാപ്പ് ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ കാവാലത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. കാവാലത്ത് രാജപുരം കായൽ ഷാപ്പിലാണ് കേട്ടോ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അനിയനും ഫാമിലിയൊക്കെ ഗോവയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു അനിയനും പിന്നെ അമ്മയും അങ്ങനെ ഫാമിലി ഫുള്ളായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഷാപ്പിലേക്ക് വരുന്നത്. ആലപ്പുഴയിൽ പല ഷാപ്പുകളിലും അതായത് ഫാമിലി റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. അതായത് കുറച്ച് ഉള്ളിലേക്ക് യാത്ര ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഷാപ്പിലേക്ക് എത്തിച്ചേരുന്നത്. പോകുന്ന വഴിയൊക്കെ രണ്ട് സൈഡിലും പാടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പാടത്തൊക്കെ നല്ലതായിട്ട് വെള്ളമൊക്കെ നിറച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ 1-2 വണ്ടിയൊക്കെ മുൻപ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി അങ്ങോട്ടേക്കുള്ളതായിരിക്കും. നമ്മളും ഫസ്റ്റ് ടൈം ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് കേട്ടോ നമ്മളും പോകുന്നത്. വഴിയൊന്നും തെറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറയുന്ന അനുസരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലൊന്ന് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വഴിയൊന്നും തെറ്റാനൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുവരെ അങ്ങനെ ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ പുറത്താണ് കേട്ടോ പറയുന്നത്. അപ്പം നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം ഭംഗിയാണെന്നറിയില്ല. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡും ഇതേപോലെ പാടങ്ങളാണ്. പാടത്ത് നിറയെ വെള്ളം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ താമരയും ആമ്പലാണ് കേട്ടോ കൂടുതലും. താമര അങ്ങനെ 1-2 അടുത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലും ആമ്പലാണ് കേട്ടോ. നിറയെ ആമ്പലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുമണികളൊക്കെ സൈഡ് വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടനാടാണല്ലോ, അതുകൊണ്ട് അവരുടെ മെയിൻ വ്യവസായമായിട്ടുള്ള കയർ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് എല്ലാം ഒന്ന് ആസ്വദിച്ച് ശരിക്കും പറയേണ്ടത് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന വഴിയാണ് കേട്ടോ. രണ്ട് സൈഡും നിറയെ ഇതേപോലെ വെള്ളമൊക്കെ ആയിട്ടുള്ള പാടങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു നമ്മുടെ ശരിക്കും കുട്ടനാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ഭംഗി എന്ന് പറയാം. അതായത് നല്ല നമ്മുടെ മനസ്സിനൊക്കെ ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു ഭംഗി തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ എന്നൊക്കെ തന്നെ പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ വഴിയൊക്കെ ആണെങ്കിലും അധികമൊന്നും അല്ല, എന്നാൽ പോലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പൊളിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഇതിൽ നമ്മളതൊന്നും നോക്കത്തൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ നമ്മുടെ അനിയൻ അവിടെ പോയിട്ടുണ്ട്. അവനാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് ഇന്നടത്ത് പോവാം എന്നിങ്ങനെ. ഷാപ്പ് ഫുഡെന്ന് പറഞ്ഞപ്പോഴേ അവൻ പറയും നമുക്കെന്നാ ഇന്ന സ്ഥലത്തേക്ക് പോവാം, അവിടെ ആകുമ്പോൾ നല്ല ഫുഡാണ്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി ഞങ്ങളും പോകുന്നതാണ് കേട്ടോ. പലയിടത്തും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതായത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പല ഷാപ്പുകളിലും കേട്ടോ. നല്ല ഫുഡാണ്. മെയിനായിട്ട് നമ്മൾ കള്ളുടിക്കാനൊന്നല്ല കേട്ടോ, അവിടുത്തെ വരുന്ന സീ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും പോകാറുള്ളത്. സീ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആലപ്പുഴ ഏരിയ എന്നൊക്കെയാണ് കൂടുതലും കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ രുചിയും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് ആലപ്പുഴ റൂട്ടിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലമാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ആഹാരം കഴിക്കേണ്ട സ്ഥലമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ യാത്ര ചെയ്തിട്ടാണ് കേട്ടോ, അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി ഒരു 10-12 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഷാപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതൊക്കെ ആമ്പലാണ് കേട്ടോ. സൈഡിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ആമ്പലൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തെങ്ങുകളൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഓടി. ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവമേ സീറ്റ് എന്തെങ്കിലും കിട്ടുമോ, കാരണം അതുപോലെ വണ്ടികളാണോ. ഇവിടെ വന്നിട്ടുള്ള വണ്ടികളൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ പാർക്ക് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ കാണുന്ന റോഡ് കുറച്ച് വരെ ഉള്ളൂ, കാരണം കായലിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ്, അതായത് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു തോടൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം വരെ നമുക്ക് വഴിയൊന്നും അറിയില്ല. പിന്നെ നമ്മൾ അവിടെ നിൽക്കുന്നവരോടൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ 4 സൈഡിലും കായൽ എന്ന് തന്നെ പറയാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കായലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ടുള്ള വഴിയെ. രാജപുരം എന്നാണ് കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പം നമ്മൾ 2 വണ്ടിക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളാണ് കേട്ടോ ആദ്യം എത്തിച്ചേർന്നത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് എത്തിയിട്ട് അവരെ വരട്ടെ പുറകെ വന്നോളൂ എന്നുള്ള ഇതിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള ഗതാഗത മാർഗ്ഗം വള്ളങ്ങളാണ് കേട്ടോ. ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ. അപ്പം കടത്താണെങ്കിലും ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലൊക്കെ കൂടുതലും ഒരു വള്ളങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്കറിയില്ല കേട്ടോ കംപ്ലീറ്റ് ആയിട്ടും ഉപയോഗിക്കുന്നതെന്ന്. കാരണം എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിലായിട്ട്
ഓരോ വള്ളങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. കുറേ പേരൊക്കെ അതിലൊക്കെ ഇരുന്നും പിന്നെ അതിൽ യാത്ര ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ വണ്ടികളൊക്കെയാണ് കേട്ടോ നിറയെ നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 11:30 ഒക്കെ ആയപ്പോൾ പുറപ്പെട്ടെങ്കിലും കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 മണിക്ക് വന്നെങ്കിലും ആ സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് രാജപുരം ഫാമിലി റെസ്റ്റോറൻറ്റ് കേട്ടോ. അതായത് ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിട്ടൊക്കെ വരുന്നതായിരിക്കും, വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വേറെ ഒന്നല്ല, നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ കുറച്ച് വെയിറ്റൊക്കെ ചെയ്തിട്ടതിന് ശേഷമാണ് കേട്ടോ, ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം സീറ്റ് ഇല്ലായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാന്താരിക്കള്ളാണ് കേട്ടോ. കാന്താരിക്കള്ള് രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ എന്താ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ചിട്ട് നല്ലൊരു രുചിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അനിയനാണ് കേട്ടോ അത്. അനിയനും യൂട്യൂബറാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഗോവയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പം നാട്ടിൽ വന്നപ്പം പുള്ളിയും ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു ചിയേഴ്സൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇതിൽ നിന്നാണ് കേട്ടോ തുടങ്ങിയത്. ഇത് അപ്പം കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയോടൊക്കെ ഇരുന്ന് എല്ലാവരും വന്നിട്ടുള്ളവരൊക്കെ ഫാമിലിയായിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ ഒരു വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ കൊഞ്ച് റോസ്റ്റ്, പന്നി ഫ്രൈ, പിന്നെ ഇതെന്തായിരുന്നു കണവ റോസ്റ്റ്, അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ, അതുപോലെ തന്നെ താറാവ് റോസ്റ്റ്, പിന്നെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കറിയാണ് കേട്ടോ. തലക്കറി, അപ്പം തലക്കറി നമ്മൾ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല തലക്കറി. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ തലക്കറിക്ക്. ഇപ്പം കഴിക്കുന്നത് അപ്പവും താറാവിൻ്റെ കറിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തലക്കറി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു എന്തോ കേര മീനിൻ്റെയോ അതങ്ങനെ എന്തോ ഏതൊരു കേരയാണോ വാളയാണോ അങ്ങനെ എന്തോ ഒരു, ഞാനത് മിസ് ചെയ്തു കേട്ടോ ആ പേര്. അപ്പം ആ മീനിൻ്റെ നല്ല ഒരു ഗ്രേവിക്ക്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോടൊക്കെ ഉള്ള ഒരു തലക്കറി. പിന്നെ അതിന് സൈഡായിട്ട് ചേമ്പ്, കാച്ചിൽ, കപ്പ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഊണ്, പിന്നെ കരിമീൻ പൊള്ളിച്ചതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കറികളിലൊക്കെയാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ കരുതി നമ്മുടെ കുഞ്ഞുമണികളൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ പറയാം കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ബോട്ട് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നതിന് ശേഷം ഒന്ന് വെയിലായിട്ട് എന്നൊക്കെ കരുതി നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബോട്ടിന് ഇവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചല്ലേ, അപ്പോൾ അതൊക്കെ നമ്മൾ സൗജന്യമായിട്ട് തന്നെയായിരുന്നു കേട്ടോ. അല്ലാണ്ട് നമുക്ക് സ്പീഡ് ബോട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പേ ചെയ്യണം തോന്നുന്നു കേട്ടോ നമുക്കപ്പം. നമ്മൾ വേറൊരു കുറച്ച് ഒരുപാട് വലുതൊന്നും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ചെറിയൊരു വെള്ളമല്ല ബോട്ടിൽ ഈ കുറേ നേരമൊക്കെ ഇതിനുള്ളിൽ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു വെള്ളം കിടക്കുന്നുണ്ട്, അപ്പോൾ എനിക്കതിൽ കയറാനൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാനും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി അതിലൊക്കെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങളെ അങ്ങോട്ടേക്ക് ആക്കരയ്ക്ക് കൊണ്ടുവിടാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ തനിയെ കയറുമ്പോൾ കുഞ്ഞു പിള്ളേരല്ലേ, അവരൊക്കെ കയറാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മൾ കയറാൻ നിന്നില്ല, കാരണം ചെറിയ വെള്ളമായതുകൊണ്ട് നമുക്കൊരു പേടി. പക്ഷേ അവർ നല്ല സേഫായിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ ആയിരുന്നു കേട്ടോ, നിറയെ ഉണ്ടായിരുന്നു മീൻ. ചെറിയ മീനൊന്നുമല്ല, വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇരിക്കുന്ന സൈഡിൽ തന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നേ. ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അന്തരീക്ഷം എന്നൊക്കെ പറയാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നോക്കുന്നിടത്തൊക്കെ ചുറ്റും കായലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അതിലൊക്കെ കയറി ഇങ്ങനെ ഒന്ന് ചുറ്റി ഒന്ന് കറങ്ങുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഓണർ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ പേ ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് സൗജന്യമായിട്ടൊക്കെ കൊണ്ട് കാണിക്കുന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ബോട്ടിൽ വന്ന ആൾക്കാർ അതിന് തൊട്ട് ബാക്കിൽ കാണുന്ന കെട്ട് വെള്ളത്തിലാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗം വരുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഭാഗം വരുന്നത്. അപ്പം ആ ചെറിയ ബോട്ടിൽ വന്ന ആൾക്കാരെ അതിലേക്ക് കയറ്റുന്നതാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ
കായലിൽ കൂടെ ഒക്കെ നടന്നു. കാരണം വേറൊന്നുമല്ല, ഇവിടെ എല്ലാം വീടുകളൊക്കെ ഉണ്ട്. ഈ സൈഡിലെല്ലാം, ഈ കായലിൻ്റെ സൈഡുകളിലെല്ലാം വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു യാത്രാ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ വള്ളങ്ങൾ, ചെറിയ ബോട്ടുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. നല്ല ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയായപ്പോൾ വന്നതാണ്. വൈകുന്നേരം ഒരു 5:30 ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഈ ബോട്ടിലൊക്കെ കയറിയപ്പോഴത്തേക്കും. കാരണം നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാനൊക്കെ കുറേ സമയമൊക്കെ എടുത്തു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ഒക്കെ ആവാറുണ്ട്. കാരണം അതുപോലെ തിരക്കും കാര്യങ്ങളാണ് കേട്ടോ ഒന്നവർക്ക്. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയൊരു താമസം വരുന്നുണ്ട് ഫുഡൊക്കെ കൊണ്ടുതരാൻ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല എല്ലാം നല്ല നല്ല വിഭവങ്ങൾ തന്നെയാണെന്ന് പറയാം. അതിനകത്ത് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റാണെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞ നമ്മുടെ താറാവ് കറിയും പിന്നെ കൊഞ്ച് കറി, അങ്ങനെ അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായിട്ട് തോന്നി. കാരണം നമ്മളങ്ങനെ ഡെയിലി അങ്ങനെ കഴിക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ അനുഭവപ്പെട്ടത്. അപ്പം കണ്ടില്ലേ, ഇവിടുത്തെ വീടുകളൊക്കെ ഇതേപോലുള്ള ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ, കാരണം ആ സൈഡിലൊക്കെ വീട് കാണുന്നവരൊക്കെ ഇങ്ങനത്തെ ബോട്ടുകളൊക്കെ ആണെന്ന് തോന്നുന്നു, ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്കറിയില്ല, കണ്ടിട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 6-7 പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞു കുട്ടികളെയും കൂടെ ചേർത്തിട്ട് 8 പേരുണ്ടായിരുന്നു. പക്ഷെ നമുക്കധികം റേറ്റും കാര്യങ്ങളും ഒന്നും അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡിന്. കാരണം ഏറ്റവും കുറഞ്ഞ റേറ്റ് തന്നെയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചും ഫാമിലീസാണ് കേട്ടോ, ഫാമിലീസാണ് കൂടുതലും അവിടെ വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ മെയിനായിട്ടൊരു ഇൻസ്ട്രക്ഷനാണ്, ഞാനവിടെ വായിച്ചൊരു കാര്യമാണ് കേട്ടോ, 21 വയസ്സിൽ താഴെയുള്ളവർക്കൊന്നും കള്ള് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ചെറിയ കുട്ടികൾക്ക് ഒന്നും കൊടുക്കില്ല എന്ന് പറയട്ടെ. പക്ഷേ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അവർ പാലിച്ചു പോയിരുന്നതെന്നൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു അടിപൊളി ദിവസം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം. ശരിക്കും നമ്മൾ ഫാമിലിയായിട്ട് വരുന്ന ഒരു നിമിഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം എന്തോ ഒരു ഫീൽ തന്നെയല്ലേ അത്. നമുക്കത് വേറെ എവിടെയും കിട്ടാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പം നമ്മൾ വണ്ടി ഇട്ടിടത്തേക്ക് പിന്നീട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ കാറ്റ് ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അതുപോലെ കാറ്റാണ്. അതുകൊണ്ട് അധികം വെയിലൊന്നും അറിയാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.